ഹാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ആൻഡ് സ്റ്റോർ ആണ്. അപ്പോൾ ക്രിയേറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ create.blade.php കൊടുക്കുക. അവിടെ നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കുക ക്രിയേറ്റ് എന്ന്. അതിനുശേഷം പബ്ലിക് ഫംഗ്ഷൻ ക്രിയേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ചെയ്യാറുള്ള പോലെ റിട്ടേൺ വ്യൂ customers.create കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് customers/create കൊടുക്കുക URL. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് കിട്ടി. ഇനി നമുക്ക് ഈ പബ്ലിക് ഫംഗ്ഷൻ ക്രിയേറ്റിന് പകരം നമ്മൾ ഫോം കൊടുക്കാൻ പോവാണ്. അവിടെ ജസ്റ്റ് ഇവിടെ കാണാം URL എന്താ കൊടുക്കേണ്ടതെന്ന്, customers/create. ഫോം ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്നാണ് ഞാൻ ഫോമിൻ്റെ കോഡ് എടുത്തേക്കണത്. ജസ്റ്റ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൂട്ട്സ്ട്രാപ്പ് സൈറ്റ് റെഫർ ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ കോഡ് ഞാൻ GitHubൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഫോമിൻ്റെ ആക്ഷൻ കൊടുക്കണം. ആക്ഷൻ /customers ആണ്. അത് നമുക്ക് ടെർമിനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. നമുക്ക് ലിസ്റ്റ് ചെയ്യണത് PHP ആർട്ടിസൻ റൂട്ട് ലിസ്റ്റിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് customers.storeൽ നമുക്ക് കസ്റ്റമേഴ്സ് കാണാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പോസ്റ്റ് മെത്തേഡിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ സ്റ്റോറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ /customers മെത്തേഡ് നമ്മൾ പോസ്റ്റ് കൊടുക്കുക. നമുക്ക് ഫോം കൊടുത്തതിന് ശേഷം @CSRF എന്ന് കൊടുക്കണം. ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി ആണ്. അത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പേജ് എക്സ്പയർഡ് ആണ് കാണിക്കുക. അപ്പോൾ @CSRF എന്തായാലും കൊടുത്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോർ ഫങ്ഷനാലിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഫോമിൽ നിന്ന് വാല്യൂസ് എടുക്കാനും ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി റിക്വസ്റ്റ് എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോം വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വാലിഡേറ്റിൽ ഒന്നൊരു ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് നെയിമോ ലാസ്റ്റ് നെയിമോ പ്ലേസോ നമുക്ക് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് നെയിം റിക്വയർഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് നെയിം റിക്വയർഡ്, നെയിം ഈക്വൽ ടു ലാസ്റ്റ് നെയിം എന്നുള്ളതാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്ലേസും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് യൂസേഴ്സ് അവിടെ നമ്മളൊന്നും ടൈപ്പ് ചെയ്യാണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ എറർ കാണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എറർ മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ അത് വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് എറർ മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എറർ മെസ്സേജിൻ്റെ ഒരു കോഡ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇപ്പോൾ എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഒരു അലേർട്ട് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അലേർട്ട് മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കണത്. അപ്പോൾ നമുക്കിവിടെ സബ്മിറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം ഫീൽഡ് ഇസ് റിക്വയർഡ്, ലാസ്റ്റ് നെയിം ഫീൽഡ് ഇസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സബ്മിറ്റ് അടിക്കുമ്പോൾ എറർ മെസ്സേജ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എറർ മെസ്സേജ് കൊടുത്തേക്കണത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണിക്കണം. അപ്പോൾ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പേജിൽ തന്നെ നമ്മൾ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റിട്ടേൺ റീഡയറക്റ്റ് ബാക്ക് വിത്ത് സക്സസ്, എന്നിട്ട് നമുക്ക് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കൊടുക്കാം. ജസ്റ്റ് ഞാൻ നോട്ട് പാഡിൽ എൻ്റെ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ മെസ്സേജ് വരണം ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ. സക്സസ്ഫുള്ളി സേവ് ആയി കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇതാണ് എറർ മെസ്സേജ് വന്നത്. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആ പേജിൽ തന്നെ റീഡയറക്റ്റ് ചെയ്തിട്ട് കാണിച്ചു. നെക്സ്റ്റ് നമുക്ക് സേവ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡാറ്റാബേസിലേക്ക് നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം മോഡലിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കസ്റ്റമർ ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ്, അതിനുശേഷം കസ്റ്റമർ മോഡലിൻ്റെ പേര്, അതിനുശേഷം നമുക്ക് ഫസ്റ്റ് നെയിം ആണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. നമുക്ക് മൂന്നും സേവ് ചെയ്യാം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതുപോലെ തന്നെ പ്ലേസ് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ കസ്റ്റമർ ഫസ്റ്റ് നെയിം ഈക്വൽ ടു റിക്വസ്റ്റ്
കൊടുക്കുക. ഗെറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആട്രിബ്യൂട്ടിൻ്റെ പേരാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആട്രിബ്യൂട്ടിൻ്റെ നെയിം ഇവിടെ ഫസ്റ്റ് നെയിം ആണ്, അപ്പോൾ അത് ഫസ്റ്റ് നെയിം കൊടുക്കുക. ലാസ്റ്റ് നെയിം ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ആട്രിബ്യൂട്ട് നെയിം മാറ്റുക. അതിനുശേഷം പ്ലേസ് അത് നമ്മൾ മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യുക. കസ്റ്റമർ സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് സേവ് ആയി കഴിയുമ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് കാണാം. ജസ്റ്റ് നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നെയിം കൊടുക്കുക. പ്ലേസ് സബ്മിറ്റ് കൊടുക്കുക. സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. നമുക്ക് ഡാറ്റാബേസ് എടുത്ത് നോക്കാം. അതെ, സേവ് ആയിട്ടിട്ടുണ്ട്. ബനാന ഓറഞ്ച് ഇന്ത്യ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബനാന ഓറഞ്ച് ഇന്ത്യ. നെക്സ്റ്റ് നമുക്ക് എഡിറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ് നോക്കാം അടുത്ത വീഡിയോയിൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സജഷൻസ് കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.